SP Medi4 പീഡിയാട്രിക്സ് വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ വിദ്യയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. ഡോക്ടർ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് രാജസ്ഥാനിലും മധ്യപ്രദേശിലും ചുമയുടെയും ജലദോഷത്തിൻ്റെയും മരുന്ന് കഴിച്ച കുറച്ച് കുട്ടികൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തുകൊണ്ടാണ് ഇത്തരം ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത്? ഒരു ഡോക്ടറും ഞെട്ടലോടെ മാത്രമേ ഒരു വാർത്ത മരുന്ന് കൊടുത്തിട്ട് കുഞ്ഞുങ്ങൾ മരിക്കാന്നുള്ളൂ. പക്ഷെ അതിൻ്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് മരുന്നിന് അഡൾട്രേഷൻ നടന്നിട്ടുണ്ട്. സാധാരണ ചുമ മരുന്ന് ഉണ്ടാക്കുന്നതിൽ നിന്നും ക്വാളിറ്റി രഹിതമായ രീതിയിലുള്ളൊരു പ്രിപ്പറേഷനാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ക്വാളിറ്റി ഉറപ്പാക്കാൻ കഴിയാതെ പോയ മരുന്നുകളുടെ ഉപയോഗം മൂലമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതും നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കുന്നത്. ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ നിലവിൽ നമ്മുടെ നാട്ടിലുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ, നമ്മളൊരു ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും അതിൻ്റെതായ ക്വാളിറ്റി ചെക്ക് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് ഓരോ സ്ഥാപനങ്ങളും എടുക്കുക. പാരസെറ്റമോൾ തന്നെ പല പല പേരിലുള്ള ആൾക്കാർ നമ്മുടെ മുമ്പിൽ വന്ന് ഇത് പറയും. പക്ഷെ നമ്മൾ എഴുതി എത്രയോ വർഷമായി ഉറപ്പുള്ള മരുന്നുകൾ മാത്രമേ ഒരു ഡോക്ടർ, വർഷങ്ങളെ എക്സ്പീരിയൻസ് ഉള്ള ഒരു പീഡിയാട്രിഷ്യൻ എഴുതുകയുള്ളൂ. ഒരു കുട്ടി ഒരു ചുമയുടെ അസുഖമായിട്ട് ഡോക്ടറിന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും അതിനുള്ള മരുന്നുകൾ എഴുതുക? ചുമ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞ ഒരു രോഗലക്ഷണമാണ്. അപ്പം നമ്മൾ ഈ ചുമയാണ് എല്ലാവർക്കും പേടി. ഹിസ്റ്ററി എടുത്ത് അസസ് ചെയ്ത ശേഷം മാത്രമേ നമ്മൾ അതിന് മരുന്ന് ആവശ്യമെങ്കിൽ മാത്രമേ ആൻറ്റിബയോട്ടിക്സ് എഴുതുള്ളൂ. കാരണം ഇൻഫെക്ഷൻ ഇല്ലാത്തൊരു കുട്ടിക്ക് ആൻറ്റിബയോട്ടിക് മരുന്നിൻ്റെ ആവശ്യമില്ല. പൊടി അടിച്ച് നമ്മൾ ചുമയ്ക്കുന്നു, അതൊരു ഇറിറ്റൻ കഫാണ്. അതിന് നമുക്ക് എന്താ പറയുക, ഉടനെ തന്നെ കഫ് സിറപ്പിൻ്റെ ആവശ്യം ഇല്ല. ചുമ നിർത്താൻ ആവശ്യമുള്ള മരുന്നുകളൊന്നും തന്നെ ഉടനെ തന്നെ കുട്ടികൾക്ക് കൊടുക്കേണ്ട കാര്യമില്ല. പ്രത്യേകിച്ചും ചെറിയ കുട്ടികൾക്ക്, 2 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് എന്തിനാണ് അനാവശ്യമായിട്ട് കഫ് സപ്രസൻസ് നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. വീടുകളിൽ കണ്ടുവരുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ ഒരു സമയത്ത് ചുമ വന്നു, ഡോക്ടറിനെ പോയി കണ്ടു, ഒരു മരുന്ന് കഴിച്ചു, അസുഖം ഭേദമായി. പിന്നീട് വീണ്ടും നമുക്ക് ആ അസുഖം വരുന്ന സമയത്ത് അതേ മരുന്ന് തന്നെ വീട്ടുകാർ എടുത്ത് കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ശരിക്കും ചെയ്യാൻ പാടില്ല. ഓവർ ദ കൗണ്ടർ മെഡിസിൻസ് കുഞ്ഞുങ്ങൾക്ക് ഏത് സിറപ്പാണ് കൊടുക്കേണ്ടതെന്ന് പോലും അറിയാതെ ആന്റിബയോട്ടിക് വാങ്ങിച്ച് കഴിക്കുന്ന പേരൻസും ഉണ്ട്. ഇപ്പൊ നമുക്ക് ഡ്രഗ് റെസിസ്റ്റൻസിലോട്ടാണ് പോകുന്നത്. ഒരു മരുന്നും ഏക്കാത്ത ഒരു അവസ്ഥയിലോട്ടാണ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് നമ്മളെ എത്തിക്കാൻ പോകുന്നത്. കുട്ടികൾക്ക് നൽകുന്ന മരുന്നിന്റെ ഡോസേജ് നിശ്ചയിക്കുന്നത് എങ്ങനെയാണ്? 10 കിലോ ഉള്ള ഒരു കുട്ടിക്ക് നമ്മൾ എത്ര അളവിൽ പാരസെറ്റമോൾ കൊടുക്കണം എന്ന് ഞങ്ങൾ നിശ്ചയിക്കുന്നത്. അതിനൊരു ഡോസ് ഉണ്ട്, 10 to 15 മില്ലിഗ്രാം പെർ kg പെർ ഡോസ്. അതായത് ആ അളവിലാണ് പാരസെറ്റമോൾ ആ കുട്ടിക്ക് സേഫ് എന്ന് പറയുന്നത്. അതുപോലെ ചുമയുടെ മരുന്നിനും ഉണ്ട്. ലിവോളിന് ഒരു സേഫായ ലെവലുണ്ട്, അസ്താലിന് സേഫായ ലെവലുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെയും ഇൻഗ്രീഡിയൻസിന് വെയിറ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ കുട്ടികൾക്ക് പറയുക. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഓവർ ദ കൗണ്ടർ മരുന്ന് വാങ്ങിച്ച് നമുക്കൊരു 5 ml കൊടുത്തു, അത് സേഫ് ആണോ എന്ന് ചോദിച്ചാൽ ഒട്ടും അങ്ങനെ ഒരു പ്രാക്ടീസ് സേഫ് അല്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുട്ടികളുടെ മാതാപിതാക്കളുടെ ഉള്ളിലുള്ള കുറച്ച് സംശയങ്ങൾക്കുള്ള ഉത്തരമാണ് ഡോക്ടർ വിദ്യ മാതൃഭൂമി ന്യൂസിലൂടെ ഇപ്പോൾ പങ്കുവച്ചത്. ശ്യാംകുമാറിനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.